എല്ലാവർക്കും SreeGXലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വീഡിയോയിൽ റിയൽമി പ്രോഡക്ട്സിൻ്റെ ബാലൻസ് നമ്മൾ റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ ആദ്യത്തെ സ്മാർട്ട് വാച്ചായ റിയൽമി വാച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നോർമലി നമുക്ക് വാച്ച് കിട്ടുന്ന പോലെ ബോക്സ് അല്ല, അത്യാവശ്യം നല്ല സ്ട്രെയിറ്റ് നീളമുള്ള ഒരു ബോക്സാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പം വാച്ച് അതേപോലെ തന്നെ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രാപ്പാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ക്ലാസിക് ടൈപ്പും ഒന്ന് ഫാഷൻ സ്ട്രൈപ്പ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫാഷൻ സ്ട്രൈപ്പാണ്. പിന്നീട് ഇനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഒരു ചാർജിങ് ഗ്രേഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മാഗ്നറ്റിക് മൗണ്ട് ചാർജിങ് ഗ്രേഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. USB Type A പോർട്ടാണ്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്ന രീതിയിലാണ് അവർ ചെയ്തത്. പ്രത്യേകിച്ച് അഡാപ്റ്റർ ഒന്നുമില്ല. പിന്നീട് ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഒരു യൂസർ മാനുവലാണ്. ഇതിൻ്റെ ഒരു A to Z കാര്യങ്ങൾ ഒരു ഓവർവ്യൂ പറയുന്നതും ഇതിൻ്റെ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും. ഇപ്പോൾ റിയൽമി ലിങ്ക് ആപ്പാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ ഓരോ കസ്റ്റമൈസ് സെറ്റിങ്സും ഒക്കെയാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ സ്പെക്കും ഫീച്ചേഴ്സിൻ്റെയും കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നോർമലി നമ്മളത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു റിയൽമിയുടെ വാച്ചാണെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. ഒരു ആപ്പിളിൻ്റെയൊക്കെ വാച്ചിൻ്റെ ഒരു അസൽ കോപ്പിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 1.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ ഫുൾ കളർ ടച്ച് കൺട്രോൾ ഡിസ്പ്ലേ ആണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. 2.5D കോർണിംഗ് ഗൊറില്ല ഗ്ലാസും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലെ കോർണിംഗ് നമുക്ക് കാണുമ്പോൾ അറിയാം, ഒരു കോർണേഴ്സൊക്കെ നല്ലൊരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കർവ് ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ഡിസ്പ്ലേയും നോർമൽ ബോഡി റേഷ്യോയും തമ്മിലുള്ള ഒരു നല്ലൊരു ഗ്യാപ്പ് നമുക്ക് അല്ലാതെ ഫീൽ ചെയ്യാൻ നോക്കും. സ്ക്രീൻ സൈസിൻ്റെ റെസൊല്യൂഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലി ബാക്കിയുള്ള മിക്ക സ്മാർട്ട് വാച്ചിലൊക്കെ 180x180 ഒക്കെയാണ് വരാറ്. അപ്പം ഇതിലിപ്പോൾ അവർ റെസൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് 320x320 ആണ് റെസൊല്യൂഷൻ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബാറ്ററി 160 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നോർമലി ഇതൊരു നോർമൽ കണ്ടിന്യൂസ് വർക്കിങ്ങിൽ ഇതൊരു 7 to 9 days വരെ കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോഴും ഒരു നോർമലി 7 to 9 days ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇനി പവർ സേവിങ് മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ 20 days വരെ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ സെൻസറിങ്ങിലൊക്കെ ഓരോ 5 മിനിറ്റിലും ഹേർട്ട് റേറ്റ് ഒക്കെ സെൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ ചാർജ് പിടിക്കും. അത് ആ യൂസിൽ ഒരു 7 to 9 days കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ടൈപ്പിലാണ്, ക്ലാസിക്കും ഫാഷനും. അപ്പം നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്ലാസിക് സ്ട്രാപ്പ്. പിന്നെ അതിൻ്റെ കളേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വെക്കും. അപ്പം അത് സ്ട്രാപ്പ് നമ്മൾ അല്ലാണ്ട് വാങ്ങിക്കണം. ഇപ്പം പല പല കളേഴ്സിലെ വേരിയൻറ്റിൽ നമുക്ക് സ്ട്രാപ്പുകൾ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം അത് ബാക്കിലൊരു സ്ലൈഡിങ് സ്വിച്ച് ഉണ്ട്. അത് സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്ട്രാപ്പ് റിമൂവ് ചെയ്ത് അടുത്ത സ്ട്രാപ്പ് നമുക്ക് ഇടാവുന്നതാണ്. ഇനി ഇതിൻ്റെ അല്ലാത്ത ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ പല ടൈപ്പിലെ സ്പോർട്സ് മോഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. കൂടാതെ ഹെൽത്ത് മോണിറ്ററിൻ്റെ കാര്യത്തിലും പുതിയ കുറേ കാര്യങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ നോർമലി മിക്ക സ്മാർട്ട് ബാൻഡിലും അല്ലെങ്കിൽ വാച്ചിലും ഒക്കെ ഹേർട്ട് റേറ്റ് സെൻസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഹേർട്ട് റേറ്റ് സെൻസിങ്ങും കൂടാതെ ബ്ലഡ് ഓക്സിജൻ മെഷർമെൻറ്റും ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കി നമ്മുടെ ഹെൽത്ത് ആക്ടിവിറ്റീസ് എല്ലാം നല്ലപോലെ തന്നെ കൺട്രോൾ ചെയ്ത് അവർ അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സ്പോർട്സ് മോഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം സ്പോർട്സ് മോഡിൽ ഇപ്പം നമുക്കറിയാമല്ലോ എന്തൊക്കെ സ്പോർട്സ് ഐറ്റംസോ അല്ലെങ്കിൽ ഓട്ടവും ചാട്ടവും കാര്യങ്ങളും ഒക്കെ ആയാലും നമ്മൾ ചെയ്യുന്നതനുസരിച്ച് അതിനനുസരിച്ചുള്ള ഹേർട്ട് റേറ്റ് മെഷർ ചെയ്തു അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം കൗണ്ട് ചെയ്ത് കറക്റ്റായിട്ട് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിലുള്ള ഫങ്ഷൻസിൻ്റെ ഒന്നാണ് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം. ഇപ്പം നമ്മുടെ ഫോണിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സോങ് ഇപ്പം സപ്പോസ് നമ്മൾ ബ്ലൂടൂത്തിൽ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് വാച്ചിൽ കൂടെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം. കൂടാതെ ക്യാമറയും കൺട്രോൾ ചെയ്യാം. എവിടെയെങ്കിലും നമ്മളിപ്പം സപ്പോസ് ടൈമറൊക്കെ ഇട്ട് നമ്മൾ പോയി നിൽക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെങ്കിൽ എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് നമുക്ക് ക്യാമറയിൽ കൺട്രോൾ ചെയ്ത് നമുക്ക് ഫോട്ടോ ടേക്ക് ചെയ്യാൻ വെക്കും. പിന്നീട് കുറേ കാര്യങ്ങൾ വെതർ ഫോർകാസ്റ്റും ഡേറ്റും ഡിസ്പ്ലേയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോർമലി എപ്പോഴും കാണുന്നതാണല്ലോ, അങ്ങനത്തെ ഉള്ള കാര്യം. പിന്നെ നമ്മുടെ മോഷൻ റെക്കഗ്നൈസേഷനും നമ്മുടെ ഗോൾ കംപ്ലീറ്റ് റിമൈൻഡറും അലാറവും കാര്യങ്ങളും ബാക്കിയൊക്കെ നോർമലി എല്ലാ സ്മാർട്ട് ബാൻഡിലും വാച്ചിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ആ സംഭവങ്ങളൊക്കെ. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഭാരമെന്ന് പറഞ്ഞൊരു 31 ഗ്രാമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ പോലെ നമുക്കൊരു നോർമലി മറ്റുള്ള വാച്ചുകളൊക്കെ കിട്ടുമ്പോൾ ഒരു കയ്യിൽ എന്തോ ഒന്ന് കെട്ടിയിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിൻ്റെ പോലെ നമ്മളൊന്നും അറിയാൻ പോലും ഇല്ല. വളരെ ലൈറ്റ് വെയ്റ്റഡ് ആണ്.
ഈ റിയൽമി വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3999 രൂപയാണ്. ഇത് റിയൽമി സ്റ്റോറിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പുതിയ ടെക് വീഡിയോസും അൺബോക്സിങ് വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ദിസ് ഈസ് SreeGX സൈനിങ് ഓഫ്. ബൈ.